പൂഞ്ചിൽ നിന്നും അതോടൊപ്പം തന്നെ രജൌരിയിൽ നിന്നും ശക്തമായ ഷെല്ലിങ്ങിന്റെ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു നേരമായി എന്താണെങ്കിലും നിലവിലൊരു ശാന്തത എന്താണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അടിക്കടി പ്രത്യേകിച്ച് ഓരോ ഇടവേളകൾ വിട്ടുകൊണ്ട് നമ്മൾ ശാന്തമായി എന്ന് കരുതുമ്പോഴും അത്തരത്തിൽ വെടിയൊച്ചകൾ ഉയരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ പൂഞ്ച് രജൌരി അടക്കമുള്ള ജമ്മു അതിർത്തികൾ പൂർണ്ണമായും സംഘർഷഭരിതമാണ്, വലിയ രീതിയിൽ കലുഷിതമാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം അത്രയധികം ഷെല്ലിംഗ് കഴിഞ്ഞ രാത്രി ഉണ്ടായി എന്നാണ് യാഥാർത്ഥ്യം. ഷെല്ലിങ്ങുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അത് തീർച്ചയായും ഒരു തരത്തിലും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷെല്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്തരത്തിൽ ഇത്ര വലിയ ശബ്ദത്തിലോ അല്ലെങ്കിൽ ഇത്ര ഉഗ്രസ്ഫോടനത്തിലോ അല്ലെങ്കിൽ ഇത്ര വലിയ രീതിയിൽ ഷെല്ലിംഗിലോ ഇത്ര നമ്പറുകളുടെ എണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇത് നിരന്തരമായ ഷെല്ലിംഗ് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. കാരണം അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഷെല്ലിംഗ് ആണ് ഈ കഴിഞ്ഞ രാത്രി എന്താണെങ്കിലും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന നമ്മൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ശക്തമായ രീതിയിൽ അതിനടുത്തൊക്കെ വലിയ രീതിയിൽ ഷെല്ലിംഗ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ തീഗോളങ്ങളൊക്കെ നമുക്ക് ആകാശത്ത് കാണാൻ കഴിഞ്ഞു എന്നതും യാഥാർത്ഥ്യമാണ്. അതാണെങ്കിലും രജൌരി പൂഞ്ച് മേഖല സംഘർഷഭരിതമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പ്രത്യേകിച്ച് സേന ശക്തമായ തിരിച്ചടി ഈ മേഖലയിൽ നൽകുമെന്ന് ഇന്നലെ തന്നെ സൂചന ഉണ്ടായി. നമ്മൾ ഇന്നത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം സേനയുടെ സംവിധാനങ്ങൾ പൂഞ്ച് കേന്ദ്രീകരിച്ചുകൊണ്ടും രജൌരി കേന്ദ്രീകരിച്ചുകൊണ്ടും കൂടുതൽ എത്തുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ നമ്മൾ നൽകിയതാണ്. സ്വാഭാവികമായും ഈ കഴിഞ്ഞ രാത്രി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായപ്പോൾ സേന ശക്തമായി തന്നെ തിരിച്ചടിച്ചു എന്ന് വേണം നമുക്ക് ഇപ്പോൾ ലഭിച്ച ഇത്തരത്തിലുള്ള ഈ ശബ്ദങ്ങൾ മനസ്സിലാക്കുന്നത്. ശക്തമായ തിരിച്ചടി എന്താണെങ്കിലും ഇന്ത്യൻ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്.